അള്ളാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറഞ്ഞു തന്നില്ലേ, സുബഹി നിസ്കാരം ഖളാ ആക്കി കഴിഞ്ഞാൽ മൻ തറക സ്വലാത്ത സുബ്ഹ് ഫഖദ് ബരിഅ മിൻ ദിമ്മത്തില്ലാഹ്. അവിടുന്ന് പറഞ്ഞു തരുന്നു സ്വഹാബാ, പരിശുദ്ധമായ സുബഹി നമസ്കാരം ഒരാൾ ഖളാ ആക്കി കഴിഞ്ഞാൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം. പാപ്പാലോട് പള്ളിയുടെ മിനാരത്തിൽ നിന്നും കേൾക്കുകയാണ്, നിന്റെ ഉറക്കത്തിനേക്കാളും നല്ലതാണ് നമസ്കാരമെന്ന് മുഅദ്ദിൻ വിളിച്ചു പറയുമ്പോൾ നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ഉമ്മ ഭർത്താവിനെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ മടിക്കുന്ന പെങ്ങള്, ഭാര്യയോടൊപ്പം സുഖമായിട്ട് ബാങ്ക് കേട്ടിട്ടും കിടന്നുറങ്ങുന്ന ഉപ്പ, അള്ളാന്റെ റസൂല് പറയുന്നു ഫഖദ് ബരിഅ മിൻ ദിമ്മത്തില്ലാഹ്. അന്ന് നീ എന്ത് നന്മ ചെയ്താലും അള്ളാഹുവിന് വേണ്ട സഹോദരാ. സുബഹി നമസ്കരിക്കാതെയാണ് ഒരു ദിവസം നമ്മൾ തുടങ്ങുന്നതെങ്കിൽ ആ ദിവസത്തിൽ അള്ളാഹുവിന്റെ ബറക്കത്തുണ്ടാവില്ല. അള്ളാഹു നിന്നെ കൈയൊഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സുബഹി നിസ്കരിക്കാതെ ഒരു മനുഷ്യനൊരു കട തുടങ്ങുന്നു, അല്ലെങ്കിൽ വീടിന് കുറ്റിയടിക്കുന്നു, ആ കടയിലും വീട്ടിലും ബറക്കത്തുണ്ടാവോ? ഒരിക്കലും ഉണ്ടാവൂല. കേരളത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തങ്ങളെ കൊണ്ടുവന്ന് കുറ്റിയടിച്ചാലും ഒരു ബറക്കത്തുണ്ടാവൂല കേട്ടോ, എഴുതി വെച്ചോളിൻ. നിക്കാഹിന്റെ അന്ന്, കല്യാണത്തിന്റെ അന്ന് രാവിലെ സുബഹി നിസ്കരിക്കാതെയാണ് പോകുന്നതെങ്കിൽ ആ കുടുംബജീവിതത്തിൽ ബറക്കത്തുണ്ടാവോ? എങ്ങനെ സുബഹി നിസ്കരിക്കൂല? മോത്ത് മുഴുവനും പുട്ടിയല്ലേ, വുളു എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഒലിച്ചു പോകും. 20,000 രൂപയ്ക്കിട്ട ബ്രൈഡൽ മേക്കപ്പ് സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ വുളു എടുക്കണം. സുബഹി നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കാൻ വേണ്ടി വുളു എടുത്തു കഴിഞ്ഞാൽ ഉറപ്പാണ് ആ പൊട്ടി മുഴുവനും പോകും. അതുകൊണ്ട് സുബഹി പോലും നിസ്കരിക്കാത്ത എത്രയോ സഹോദരിമാർ, അല്ലാഹു കാക്കുമാറാവട്ടെ. ജീവിതത്തിന് ബറക്കത്തുണ്ടാവൂല. എന്ത് ചെയ്താലും, എത്ര കുത്തുബിയത്ത് ഓതിയാലും, ഇനി ഒരു ഹത്തം തന്നെ സുബഹി നിസ്കരിക്കാതെ ഓതിയാൽ അള്ളാഹ്ക്ക് വേണ്ടത് സുബഹി നിസ്കാരമാണ്. വേണ്ടത് സുബഹി നിസ്കാരമാണ്. അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ.